തളിപ്പറമ്പിൽ ഒരു UDF സ്ഥാനാർത്ഥി ജയിച്ചു വരേണ്ടെന്ന് അല്ലെങ്കിൽ മാഷ് ജയിച്ചു വരേണ്ടതിന്റെ ആവശ്യകത എന്താണ് ഇത്തവണ? അതായത് തളിപ്പറമ്പിൽ സാധാരണ ജനങ്ങൾക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു MLA അല്ല ഇത് മുമ്പുണ്ടായത്. അക്കാര്യത്തിൽ ജനങ്ങൾക്ക് വലിയ അസംതൃപ്തിയുണ്ട്. ഒരു MLA എന്ന് പറയുന്നത് സദാസമയവും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളായിരുന്നു. അദ്ദേഹം വലിയ നേതാവായിട്ടൊക്കെ പോകും. മാത്രമല്ല അദ്ദേഹത്തെ ആരെങ്കിലും സമീപിച്ചാൽ തന്നെ ആ സമീപിച്ച ആൾക്ക് പിന്നീട് അങ്ങോട്ട് തിരിച്ചു നോക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിച്ചിട്ടാണ് പോവുക. അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത്തരം ഒരു ധാർഷ്ട്യം, അത്തരത്തിലുള്ള അഹങ്കാരം ഉള്ള ഒരാൾ അല്ല ഇവിടെ വേണ്ടത്, ആ സ്വഭാവമല്ല വേണ്ടത്. അപ്പോൾ നിങ്ങൾ സംശയിക്കും, അയാളല്ലല്ലോ. അതെ, ആ അധികാരത്തിൻ്റെ അഹങ്കാരത്തിന് ഒരു പ്രതിരൂപമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ അഹങ്കാരവും ധിക്കാരവും ഇതിനെതിരായിട്ടുള്ളതാണ് എൻ്റെ ചോദ്യം ചെയ്യൽ. ഈ മാഷിനെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഏകദേശം എല്ലാ മേഖലകളും നേരിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോൾ MLA ആയി വന്നു കഴിഞ്ഞാലും അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ കാര്യമായി ഇടപെടാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ്. 100%. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ അങ്ങനെ ഒരു ജയിക്കുകയാണെങ്കിൽ ഞാൻ സ്വതന്ത്ര MLA. സ്വതന്ത്രം എന്ന് മാത്രമല്ല, UDFൻ്റെ സ്വതന്ത്രം. എനിക്ക് പിന്നെ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പം 24 മണിക്കൂർ സമയം ഉണ്ടാവില്ല. ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, പൊതുയോഗം, അത് ഇത് ഒക്കെ ആയിട്ട് ഞാനിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ കാര്യത്തിൽ ഇതുമാത്രമാണ് ശ്രദ്ധ. UDFൻ്റെ പിന്തുണക്കുന്ന ഒരു MLA എന്നുള്ള ഒരു MLAയുടെ കാര്യങ്ങൾ നിർവഹിക്കുക, ചെയ്യുക എന്ന് മാത്രമാണ് എനിക്കുള്ളത്. വേറെ CPM-ലുള്ളതുപോലുള്ള തിരക്കുകളൊന്നും അപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ മണ്ഡലത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്.